പ്രതിയോഗിയെ ജയിക്കണമെങ്കിൽ ഒരു ഉണർവ് നമുക്ക് ആവശ്യമാണ്. ആമേ, സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവിനോട് പറയുന്നു, ഹല്ലേലൂയ, ചിലരുടെ മേലോ ആമേൻ ഒരു സ്തോത്രം മിന്നൽ വന്നടിച്ചതുപോലെ ഷുഡബലഘടകമനഘടകസി ദൈവത്തിൻ്റെ ആത്മാവ് ചിലരെ ടച്ച് ചെയ്യാൻ പോവുകയാണ്. ഒരു മിന്നൽ ആകർഷിച്ചതുപോലെ എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാടാം. ഗ്ലോറിയാനഘടകമനഘടകസിയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നിങ്ങൾ ആരാധിച്ചിട്ട് തന്നെ പോകത്തുള്ളൂ. നിങ്ങൾക്കറിയാം, ഇവിടെ നിന്ന് ആരാധിക്കാതെ ഞാൻ മൈക്ക് താഴെ വയ്ക്കത്തില്ല. അല്ലേ? അതുകൊണ്ട് നിങ്ങൾ ആരാധിച്ച് തന്നെ പോകും. നിങ്ങളോട് ദൈവം സംസാരിക്കാനുള്ളവരോട് സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മുടെ സഭയിൽ നടക്കാൻ പോകുന്ന 21 യോഗത്തിൻ്റെ അനുഗ്രഹത്തിനായി നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുക, പ്രാർത്ഥിക്കുക. ഇന്ന് അതിനൊരു സംഭാവനയ്ക്ക് നമ്മൾ എഴുതും. പലരും എഴുതാതെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയും. നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് വലിയ ചെലവുള്ള നാളുകളാണ് മുമ്പിലേക്ക് കടന്നു വരുന്നത്. സഭയുടെ കെട്ടുപണികളെ ഓർത്ത് പ്രാർത്ഥിക്കുക, നമ്മുടെ മറ്റ് ആരാധനാലയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക, നടക്കുന്ന പ്രയർ സെൻ്റർ യോഗങ്ങളെ ഓർക്കുക, സഹോദരിമാരുടെ പ്രാർത്ഥനകളെ ഓർക്കുക, സഹോദരന്മാരുടെ പ്രാർത്ഥനകളെ ഓർക്കുക. നമ്മൾ ഒരിക്കലും പാഴായിട്ട് നടക്കരുത്. ദൈവത്തെക്കുറിച്ച് നമ്മൾ പലരോടും പറയാനും ഒക്കെ തയ്യാറാക്കണം. നമ്മൾ മാതൃകയില്ലാതെ നമ്മൾ ദൈവത്തിൻ്റെ ഉപദേശം നമ്മുടെ ഹൃദയത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ പലരും പറഞ്ഞിട്ട് പലരും കയറാത്തത്, മാനസാന്തരപ്പെടാത്തത്. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ പള്ളിയിൽ പോകാത്തവരെന്ന് നിങ്ങൾ എന്നോട് പറയരുത്. ഹല്ലേലൂയ, സ്തോത്രം. പള്ളിയിൽ പോകാത്തവർ തന്നെയാണ് ഏറ്റവും കൂടുതലുള്ളത്. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നിങ്ങളിപ്പോൾ ഉടനെ ഒരാളിനെ നിങ്ങളുടെ ദേശത്തോട്ട് പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ 100 പേരുണ്ടെങ്കിൽ 90 പേരും അവിടെ വീടുകളിൽ കാണും. 10 പേര് പള്ളിയിൽ പോകത്തില്ല. കാരണം ഹല്ലേലൂയ, സ്തോത്രം, കാലഘട്ടം അങ്ങനെ പലരെയും നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ആമേൻ, സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ആലയത്തിൻ്റെ വീട്ടുപണികളെ ഓർത്ത് പ്രാർത്ഥിക്കുക. നമ്മുടെ കൺവെൻഷൻ യോഗങ്ങൾ ഹല്ലേലൂയ ആമേൻ നടത്തുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. സ്തോത്രം ചെയ്യുന്നു. നീയോടെ ദൈവത്തിന് സ്തോത്രം. അതിനു വേണ്ടി ആമേൻ മാസത്തോറും നമ്മളിങ്ങനെ ഓരോ പഞ്ചായത്ത് തോറും നമുക്ക് കൺവെൻഷൻ നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് നല്ലൊരു സാമ്പത്തിക തുക സ്പോൺസറായി നൽകുവാൻ ദൈവം കരങ്ങളെ എഴുന്നേൽപ്പിക്കട്ടെ. ഉപകരണങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. ടീമായുള്ള പ്രവർത്തനത്തിന് വാഹനം ആവശ്യമുണ്ട്. ഇതിനകത്ത് ഹല്ലേലൂയ 2 വീലർ വാഹനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന വളരെ പാവപ്പെട്ടവരുണ്ട്. അവർക്കൊക്കെ ദൈവം വാഹനങ്ങൾ കൊടുക്കുവാനും ഒരുമിച്ച് നമുക്ക് പ്രവർത്തിക്കുവാനും ദൈവം സഹായിക്കട്ടെ. വേലയുടെ എല്ലാ ആവശ്യങ്ങൾക്കും സഹായിക്കുന്ന കരങ്ങളെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ എന്ന് ഞാൻ വളരെ ആഴമായി പ്രാർത്ഥിക്കുന്നത് അനുഭവിക്കുക. ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന അനേക ഹൃദയങ്ങളോട് ദൈവാത്മാവ് സംസാരിക്കട്ടെ. പലരും വാരിക്കൊരു കൊടുക്കുന്നത് ഉള്ളവർക്ക് മീതെ കൂടി വെച്ചു കൊടുക്കും. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തെയല്ല പലരും ഭയപ്പെടുന്നത്. ഹല്ലേലൂയ, ഉള്ളവന് കുറച്ചുകൂടി. ഹല്ലേലൂയ, ആമേൻ ആമേൻ. ഇല്ലാത്തവനെ കരം പിടിച്ച് ദൈവവേലയ്ക്കായി വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവമക്കൾ ഹല്ലേലൂയ വളരെ നമ്മൾ ആമേൻ ആമേൻ വളരെ ഞെരുക്കത്തിൽ കൂടി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിനെല്ലാം മറുപടി തരട്ടെ. ഈ ആഴ്ചകളിൽ നടക്കാൻ പോകുന്ന പ്രാർത്ഥനകൾ, വെള്ളി, ശനി, ഞായർ നടക്കാൻ പോകുന്ന ആരാധനകൾ അനുഗ്രഹിക്കണം. ചൊവ്വാഴ്ച സഹോദരിമാരുടെ പ്രാർത്ഥനയുണ്ട്. അത് ഓർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ ശുശ്രൂഷകളും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ ആമേൻ. സ്തോത്രം. ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മാറാ വ്യാധികൾ മാറിപ്പോകുന്നത്, മാറാത്ത ബന്ധനങ്ങൾ മാറിപ്പോകുന്നത്. അഴിയത്തില്ല, സൗഖ്യമില്ല എന്ന് പറഞ്ഞ് നിനക്കെതിരെ ഡോക്ടർ വിധി എഴുതിയത്, മാന്ത്രിയന്മാർ വിധി എഴുതിയത് എല്ലാം മാറിപ്പോകുന്നത്. ഹല്ലേലൂയ, ആമേൻ ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ ആമേൻ. സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. പത്രോസും യോഹന്നാനും പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് തരുവാൻ വെള്ളിയും പൊന്നുമില്ല, നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാം. സംഭവിച്ചു കഴിഞ്ഞു. നമ്മളൊന്നും ദുർമോഹത്താൽ ചെയ്യരുത്. അത് വിഗ്രഹാരാധനയായി മാറും. ഹല്ലേലൂയ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ചെയ്യുന്ന കുറവുകൾ, നമ്മൾ വിചാരിക്കുന്ന ദൈവത്തെ മറയ്ക്കാം, ദൈവമക്കനെ മറയ്ക്കാം. ഒരിക്കലും നടക്കത്തില്ല. ഇവിടെ മറയ്ക്കാൻ ദൈവത്തെയും പറ്റത്തില്ല, ദൈവമക്കളെയും പറ്റത്തില്ല. പല പള്ളികളിലും നടക്കുന്നുണ്ട്, അത് നമുക്കറിയാം. പലരും ഇവിടെ അല്ലേ കിടക്കുന്നില്ല. ഞാൻ വേഗത്തിൽ കടന്നു വരുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറയപ്പെട്ടതുപോലെ നിങ്ങൾ കൃത്യമായിട്ട് വിശുദ്ധി പ്രാപിക്കുക. ഹല്ലേലൂയ, ആമേൻ ആമേൻ. സ്തോത്രം ചെയ്യുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 32-ാമത്തെ വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 32-ാമത്തെ വാക്യം വേഗത്തിൽ വായിക്കാം. വായിച്ചോ. ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവീൻ. തൻ്റെ ജീവനെ നേടുവാൻ വേണ്ടി ഓർക്കുന്നവനെല്ലാം, നോക്കുന്നവനെല്ലാം അതിനെ കളയും, അതിനെ കളയുന്നവനെല്ലാം അതിനെ രക്ഷിക്കും. ആ രാത്രിയിൽ 2 പേര് ഒരു കിടക്കമേലായിരിക്കും. ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. നമ്മൾ യേശുവിനെ കൈക്കൊണ്ടാൽ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ സ്വീകരിച്ച വേറെ ചിലർ കൂടിയുണ്ട്.
അതും മറ്റൊരുവൻ ആരാ? ലൂസിഫർ. അവനെ ഉപേക്ഷിക്കണം. അവനെ ഉപേക്ഷിക്കുമെന്ന് താല്പര്യമുള്ളവർ ഇതിനകത്തുനിന്ന് ചിലത് പ്രാപിക്കും. ഞാൻ ആ റേഞ്ചിനകത്ത് ഇപ്പോൾ കടന്നു വരും. ഹല്ലേലൂയ. നിങ്ങൾ വചനത്തെ ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ഒരുവനെ നമ്മൾ സ്വീകരിക്കും. ആ ഒരുവൻ ആരാണ്? ആ ഒരുവനാണ് നമ്മുടെ ജീവന്റെ ഉറവിടമായ ക്രിസ്തു. ഈ ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമുക്ക് വേറെ ഒരുവൻ നമ്മെ പിന്തുടരുന്നുണ്ട്. അവനെ നമ്മൾ ഉപേക്ഷിക്കും. ഹല്ലേലൂയ. ഉപേക്ഷിക്കാതെ വണ്ണം ഹല്ലേലൂയ കർത്താവിനെ നമുക്ക് സ്വീകരിക്കുവാനായിട്ട് ഒരിക്കലും സാധ്യമല്ല. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. രഥതാൽ ജയമെടുക്കുന്നു. ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില തലമേലൊക്കെ അഭിഷേകം ഇറങ്ങും കേട്ടോ. നിങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ. ഉടമന ഹടകമനഘടകസിയ വൈഡേ മനക റഗനഘടകസിയ. ഈ കുഞ്ഞിന്റെ 13ാമത്തെ വയസ്സിൽ ഈ കുഞ്ഞ് ഹല്ലേലൂയ ദേശത്തിൽ പ്രവചിക്കും. ഉടമന ഹടകമന അഭിഷേകം ഈ കുഞ്ഞിന്റെ തലമേൽ ഇറങ്ങുകയാണ്. അഭിഷേകം ഈ കുഞ്ഞിന്റെ തലമേൽ എഴുതുന്നു. നിന്റെ ജീവിതത്തിൽ നിറം മാറ്റാൻ പോകുന്നു. പട്ടണത്തെ ദൈവം പിടിച്ചെടുക്കുന്ന ഒരു തലമുറയാക്കി ഈ തലമുറയെ ദൈവം അഭിഷേകം ചെയ്യും. പട്ടണത്തെ പിടിച്ചെടുക്കാൻ ഹല്ലേലൂയ അഭിഷേകത്തോടെ തലമുറ എഴുന്നേൽക്കട്ടെ എന്ന് പാട്ടുകാരൻ പാടുകയാണ്. കരങ്ങളെ തട്ടി ഈ കുഞ്ഞിന്റെ ബാലിക പ്രായം മുതലേ ഈ കുഞ്ഞിന്റെ മേലൊരു വായ്ത്തത്വം കിടപ്പുണ്ട്. ഈ കുഞ്ഞിന്റെ ബാലിക പ്രായം മുതലേ ഒരു വായ്ത്തത്വം കിടപ്പുണ്ട്. അത് നിനക്ക് ചെയ്തെടുക്കാൻ പറ്റാത്ത, മാതാപിതാക്കൾക്ക് ചെയ്യാൻ പറ്റാത്ത. ഏറ്റെടു ആരാധിച്ചോ. ഞാൻ ഈ വായ്ത്തത്വം പറയുമ്പോൾ തന്നെ നിങ്ങളുടെ കുടുംബത്തിനകത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങുകയാണ്. നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നു. മനകം മൃഗനം ഘടകം. നല്ല ബുദ്ധിയുള്ള കുഞ്ഞായിരിക്കും. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. പാട്ടുപുസ്തകങ്ങൾ എഴുതുന്ന കുഞ്ഞായി മാറും. ബൈബിൾ നന്നായി പഠിക്കും. 3 ഭാഷകളിൽ ബൈബിൾ ഈ കുഞ്ഞിന്റെ കരത്തിൽ ദൈവം കൊടുക്കും. ചിലതൊന്ന് വരയ്ക്കണം. ഇടയ്ക്കിടയ്ക്ക് എന്നെ ആരും കാണാതെ ചിലതൊന്ന് വരയ്ക്കാണ്. ഇടയ്ക്കിടയ്ക്ക് എനിക്കൊന്ന് വേഷധാരിയാകണം. ഹല്ലേലൂയ. ആമേൻ. ഇത് ആഗ്രഹിക്കുമ്പോൾ നീ നശിക്കുകയാണ്, നീ കുറയുകയാണ്, നിന്റെ ആത്മീയം കുറയുകയാണ്. നീ അതിനതിന് പിശാചിന്റെ കയ്യിലേക്ക് ചെന്നപ്പെടുകയാണ്. സദരം, ദുർമോഹം, വിഗ്രഹാരാധന, ഇതെല്ലാം നമ്മളെ നാശത്തിലേക്ക് കൊണ്ടുപോകും. നമ്മൾ വേഷധാരിയാകുവാൻ ശ്രമിക്കുന്നതിനനുസരിച്ച് നമ്മൾ പിശാചിന്റെ കയ്യിലോട്ട് പെടുകയാണ്. അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് വരുന്ന. വെളിപ്പാടില്ലാതെ ഇത് നശിച്ചുപോകുന്ന കർത്താവ് തന്നെ പറഞ്ഞല്ലോ, വെളിപ്പാടില്ലാതെ ജനം മര്യാദ കെട്ടുപോകുന്നു. ഇന്ന് വെളിപ്പാടിന്റെ ശുശ്രൂഷ വളരെ കുറവാണ് കേട്ടോ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോ വചനത്തിന്റെ വെളിപ്പാട്, പരിശുദ്ധാത്മാവിലൊരു വെളിപ്പാട് നമുക്കുണ്ടായാൽ മാത്രമേ നമ്മൾ ചിലതിനെ ഉപേക്ഷിക്കൂ. ഹല്ലേലൂയ. സിനിമാ നടി പോലെ നീ ആകാൻ ശ്രമിച്ച ഹല്ലേലൂയ ആമേൻ ദൈവം നിന്നെ വിടമാട്ടെ. ഹല്ലേലൂയ. സീരിയൽ നടി പോലെ നീ ആകാൻ വിചാരിച്ചാൽ ദൈവം നിന്നെ വിടമാട്ടെ. ഹല്ലേലൂയ. ആമേൻ. ചൂണ്ടലും കൊളുത്തും ഇട്ട് കർത്താവ് ഇങ്ങോട്ട് പിടിക്കൂ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അന്നീ പോലെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ വാൽക്കാലം നീ ഒരു ദൈവ പൈതലാകാൻ ആഗ്രഹിച്ചാൽ ദൈവം നിന്നെ വളർത്തുവാനിടയാക്, ദൈവം നിന്നെ ഉയർത്തുവാനിടയാക്. നീ ലോകമോഹം ഉപേക്ഷിച്ച്, ജഡമോഹം ഉപേക്ഷിച്ച് ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ മനസ്സിനകത്ത് കിടക്കുന്ന അന്യായമായ ചിന്തകളെ ഉപേക്ഷിച്ച് ഒരു ദൈവ പൈതലായി എനിക്ക് മാറണം. എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം, എനിക്ക് ഹോളി സ്പിരിറ്റ് വേണം, എനിക്ക് യേശുക്രിസ്തുവുമായ ഒരു ബന്ധം വേണം, എനിക്ക് ആത്മാവ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ പ്രാർത്ഥിക്കൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ രണ്ടുപേരെയും 2 കക്ഷത്ത് പിടിക്കരുതോ. ശത്രുവിനെയും പിടിച്ച് യേശുവിനെയും പിടിക്കാൻ ഒരിക്കലും സാധ്യമല്ല. ആമേൻ. നമ്മൾ ശത്രുവിനെ ഉപേക്ഷിക്കണം, യേശുവിനെ സ്വീകരിക്കണം. ഹല്ലേലൂയ. ആമേൻ. ആ ഒരു സ്വീകാര്യത നിങ്ങളുടെ ഇടയിൽ വെളിപ്പെടുമ്പോൾ
നിങ്ങൾ സാധാ മനുഷ്യനല്ല, അസാധാരണ മനുഷ്യരാകും. പ്രൈസ് ദി ലോർഡ്. രക്തത്താൽ ജയമെടുക്കുന്നു, വചനത്താൽ ജയമെടുക്കുന്നു. ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു, ഇതിനകത്തുനിന്ന് ചില ദൈവവേലക്കാരെ കർത്താവ് ശക്തിപ്പെടുത്താൻ പോകുന്നു. ചില ദൈവവേലക്കാര് എഴുന്നേൽക്കുമെന്ന് പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു, വചനത്താൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ. ചില മാറാവ്യാധികൾ കർത്താവ് ഇന്ന് പൽക്കാലം പുറത്തു കളയാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ കരമടിച്ചു ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിക്കോ. ആരാധിക്കാൻ വന്നവരെല്ലാം ആരാധിച്ചു തുടങ്ങിക്കോ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ തീ പോലെ വലിക്കട്ടെ, തീ പോലെ ജ്വലിക്കട്ടെ, തീ പോലെ ജ്വലിക്കട്ടെ, തീ പോലെ ജ്വലിക്കട്ടെ. കർത്താവിനോട് പറ, എനിക്ക് ആ തീയുടെ ആത്മാവ് വേണം. ആ മോശ പറഞ്ഞതുപോലെ നിന്റെ സാന്നിധ്യമില്ലാതെ ഞങ്ങളെ ഇവിടുന്ന് പുറപ്പെടുവിക്കരുത് എന്ന് ആ മോശ ദൈവത്തോട് പറഞ്ഞതുപോലെ ഇന്ന് പൽക്കാലം പറ, ഈ ആരാധന കഴിഞ്ഞു പോകുമ്പോ നിന്റെ സാന്നിധ്യം എന്നോട് കൂടെ പോരുമാറാകണമേ. ഞാൻ പോകുന്ന പ്രതികൂലമാകുന്ന ഈ ലോകത്തിലേക്ക് തുറക്കിടം കൊണ്ട് നിറയപ്പെട്ട മന്ത്രവാദ ശക്തികൾ, പൈശാചികമായ പോരുകൾ കൊണ്ട് നിറയപ്പെട്ട ലോകത്തിൽ ഞാൻ കടന്നു പോകുമ്പോ അപ്പാ നിന്റെ സാന്നിധ്യം എന്നോട് കൂടെ പോരുമാറാകണമേ. നിന്റെ സാന്നിധ്യമില്ലാതെ എന്നെ ഇവിടുന്ന് പുറപ്പെടുവിക്കരുത് എന്ന് എത്ര പേർ ഇന്ന് പൽക്കാലം പറയാൻ തയ്യാറുള്ളവർ പറഞ്ഞു തുടങ്ങിക്കോ. അഭിഷേകം നിങ്ങളുടെ മേൽ ഇറങ്ങുന്ന അതേ വൃത്തുത, നിങ്ങളുടെ മേൽ അഭിഷേകത്തിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേൽ ഇറങ്ങുന്നുണ്ട്. പോരാ 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 പോരാ. ആളിപ്പടുക്കത്തുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ. ആ മോശ കണ്ടതുപോലെ ഒരു തീ, ആ മോശ കണ്ടതുപോലെ ഒരു തീ, ആ മുൾപ്പടർപ്പ് തീ കത്തുന്നത് പോലെ ഒരു തീ നിങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അനുഭവിക്കുന്നവർക്ക് എഴുന്നേറ്റ് ആരാധിക്കണമെന്ന് തോന്നിയാൽ എഴുന്നേറ്റ് ആരാധിക്കാം. പ്രവചിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ പ്രവചിക്കാം. ആത്മാവിലായിരിക്കണം, പരിശുദ്ധാത്മാവിൽ തന്നെ പ്രവചിക്കണം. അല്ലെങ്കിൽ ആത്മാവിന്റെ വരത്താൽ നിങ്ങൾക്ക് പ്രവചന വരം കിട്ടിയാൽ നിങ്ങൾക്ക് പ്രവചിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥനാ വരം കിട്ടിയാൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കാൻ പോകുന്നു. അന്യഭാഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവോടെ അന്യഭാഷ ലഭിക്കാൻ പോകുന്നു. പോരാ. ശക്തിയോടെ ആരാധിച്ചോ, ശക്തിയോടെ ആരാധിച്ചോ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. എവിടെയാണ് നിങ്ങൾക്ക് തടം നീക്കുന്നു, എവിടെയാണ് നിങ്ങൾക്ക് ബ്ലോക്ക് ഉണ്ടോ, ആ ബ്ലോക്കിനെ കർത്താവ് പൊട്ടിച്ചു മാറ്റ്, ആ ബ്ലോക്കിനെ കർത്താവ് എടുത്തു മാറ്റ്. ഇന്ന് വൽക്കാലം ചില ഇരുമ്പ് കോലുകൾ നിങ്ങളുടെ കയ്യിൽ ദൈവം തരാൻ പോകുന്നു. അത് ശത്രുവിനെ തകർക്കുന്ന കോലാണ്. രണ്ടാം സങ്കീർത്തനം പറയുന്നത് പോലെ ഇരുമ്പ് കോൽ കൊണ്ട് നീ ശത്രുവിനെ തകർക്കോ, ഇരുമ്പ് കോൽ കൊണ്ട് നീ ശത്രുവിനെ തകർക്കോ, ഇരുമ്പ് കോൽ കൊണ്ട് ശത്രുവിനെ തകർക്കോ. Yes, 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 yes. Hallelujah. Hallelujah. Praise the Lord. ഇത് വാഗ്ദത്ത സഭയാണ്, ഇത് ദൈവവാഗ്ദത്തമുള്ള ഇടമാണ്. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, സ്തോത്രം. നിങ്ങൾക്കറിയാമല്ലോ, ഞങ്ങളുടെ വീട്ടിനകത്ത് ഹല്ലേലൂയ ആമേനായ കരി വരയ്ക്കാനോ പൂ വയ്ക്കാനോ ഒന്നും പോകത്തില്ല. അങ്ങനെ വച്ച ഹല്ലേലൂയ പണിപ്പെടുകയും ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, പണിപ്പെടുകയും ചെയ്യും. അതിനെ ഹല്ലേലൂയ ആമേൻ, ആമേൻ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ അങ്ങനെയൊന്നും വയ്ക്കത്തില്ല. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു, വചനത്താൽ ജയമെടുക്കുന്നു. അപ്പോൾ ഹല്ലേലൂയ ആമേൻ, നമ്മൾ ഉപദേശത്തിൽ തന്നെ നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. ബാക്കിയൊക്കെ ദൈവം ചെയ്തോളും. ഹല്ലേലൂയ ആമേൻ. വായിക്കാം, താട്ട് വായിക്കാം. രണ്ടുപേരൊന്നിച്ച് പൊടിച്ചുകൊണ്ടിരിക്കും. ഒരുത്തിയെ കൈക്കൊള്ളും, മറ്റവളെ ഉപേക്ഷിക്കും. രണ്ടുപേര് വയലിലായിരിക്കും. ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ രണ്ട് നമ്മൾ സ്വീകരിക്കരുത്. നമ്മൾ യേശുവിനെ സ്വീകരിക്കണം. ചിലർക്ക് ഇങ്ങനെയാണ്, മറ്റുള്ളവർ ജീവിക്കുന്ന പോലെ ജീവിക്കണം, മറ്റുള്ളവർ നടക്കുന്ന പോലെ നടക്കണം, ഇങ്ങനെയൊക്കെയാണ്. അതൊന്നും ഹല്ലേലൂയ ദൈവമക്കൾക്ക് പറ്റിയ പണിയല്ല. അതിനൊന്നും നീക്കുപോക്കില്ല, അതിനൊന്നും മറുപടിയില്ല. ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. 18-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം. 7 മുതൽ 11 വരെ. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃദ്ധന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവൻ. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ മക്കൾക്ക് ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി
രക്ഷിക്കുകയില്ലയോ? കാരണം ഡോക്ടർ വന്നിട്ട് ഒരു മുറിവ് ചെറുതേ ഉള്ളൂ, വലിയൊരു മുറിവാക്കും. പക്ഷെ എൻ്റെ ദൈവം വന്നിട്ട് വലിയ മുറിവ്, ചെറിയ മുറിവിനെ വലുതാക്കുകയല്ല, വലിയ മുറിവിനെ തുടച്ചു കളയുക. അവൻ മുറിവ് കെട്ടുന്നവനാണ്. അപ്പം നമ്മുടെ വിശ്വാസം ക്രിസ്തുവിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയണം. ഹല്ലേലൂയ. വിശ്വാസമാണ് നമ്മുടെ മുന്ന് ആസ്ഥാനമെന്ന് പറയുന്നത്. അടിസ്ഥാനം വിശ്വാസമാണ്. ഹല്ലേലൂയ. അതിൻ്റെ 32 ഹല്ലേലൂയ 33 ഒന്ന് വായിക്കാം. അവനെ ജാതികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും അവനെ അവർ പരിഹസിച്ച് അവമാനിച്ചു തുപ്പി തള്ളിയിട്ട് കൊല്ലുകയും 3-ാം നാൾ അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ കർത്താവാണ് നമ്മുടെ ദൈവം. അപ്പോൾ നമ്മുടെ ദൈവം സകല പാപങ്ങളെയും കാൽവറിയിൽ അടിറ്റാക്കി. നമ്മൾ ഇന്ന് പാപത്തെ വില കൊടുത്തു വാങ്ങുകയാണ്. സ്വതന്ത്രം സ്വതന്ത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നന്ദിയോടെ ദൈവത്തിന് സ്വതന്ത്രം. നമ്മൾ എത്രത്തോളം വിശുദ്ധിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നോ അത്രത്തോളം ദൈവത്തിൻ്റെ വിടുതൽ നമ്മുടെ മേൽ വന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. അത്രത്തോളം ദൈവാത്മാവ് നമ്മുടെ മേൽ വന്നുകൊണ്ടിരിക്കും. ആ വിടുതൽ നമ്മൾ പ്രാപിച്ചു തന്നെ മുന്നേറുവാൻ നമ്മൾ ഇന്ന് പകൽക്കാലം വളരെ പ്രാർത്ഥനയുള്ളവരായി, ജാഗ്രതയുള്ളവരായി ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവനാമത്തിൽ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം. ആമേൻ ആമേൻ ആമേൻ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആമേൻ ആമേൻ. സങ്കീർത്തനങ്ങൾ 32-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം അത് വായിക്കാം. ഹല്ലേലൂയ. ആമേൻ. രഥത്താൽ ജയമെടുക്കുന്നു. വേഗത്തിൽ വളരെ പ്രാർത്ഥനയോടെ എല്ലാവരും ആയിരിക്കാം. ആമേൻ. ഞാൻ നിന്നെ ഉപദേശിച്ച് കണ്ടോ, ഈ വഴിയെ വിട്ടിട്ട് നമ്മൾ പോകരുതോ. ഇനിയാണ് നമ്മൾ അടുത്ത ആമേൻ ഒരു തലത്തോട്ട് കയറി വരാൻ പോകുന്നത്. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ട വഴി കാണിച്ചു തരും. നടക്കേണ്ട വഴി ദൈവം കാണിച്ചു തരുമ്പോൾ ആ വഴിയിൽ കൂടെ നടക്കണം. ഹല്ലേലൂയ. ആ വഴി വിട്ടേച്ച് നമ്മൾ നടക്കരുത്. പലരും ഈ കാലഘട്ടത്തിൽ യേശുവിനേക്കാൾ വലുതായി തൻ്റെ ഭാര്യയെ കാണുന്നവരുണ്ട്, മക്കളെ കാണുന്നവരുണ്ട്. എല്ലാം നീ കാണണം, പക്ഷേ യേശുവിനെ തന്നെ മുമ്പിൽ നീ സ്ഥാനം കൊടുത്ത് കാണണം. ഹല്ലേലൂയ. അതിനേക്കാൾ വലുതായി നീ ഏതിനെ സ്നേഹിച്ചാലും അത് വിഗ്രഹ ആരാധന തന്നെയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഭാര്യയുടെ സ്നേഹം മാറിപ്പോകും, മക്കളുടെ സ്നേഹം മാറിപ്പോകും, കൂട്ടുകാരുടെ സ്നേഹം മാറിപ്പോകും. മാറാത്തവന്റെ സ്നേഹത്തെ നീ പിടിക്കാൻ, മാറാത്തവനെ നീ സ്വീകരിച്ചാൽ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു, വചനത്താൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തെക്കാൾ വലുതായി പലരും ദൈവത്തെ ഉപേക്ഷിച്ച് പോയത് എനിക്ക് നന്നായിട്ടറിയാം. ഹല്ലേലൂയ. ദൈവിക ആരാധന കളഞ്ഞുകൊണ്ട്, ദൈവിക കൃപാവരങ്ങളെ കളഞ്ഞുകൊണ്ട് ദൈവമില്ലാത്തടുത്ത് പോയി തന്റെ കാര്യങ്ങളെ സാധിക്കുവാൻ വേണ്ടി പോയ പലരെയും എനിക്കറിയാം. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഇത് എത്ര ദിവസം വരെ പോണമെന്ന്, എത്ര ദിവസം നിലനിൽക്കുമെന്ന് നിങ്ങൾക്കൊരു ഗ്യാരണ്ടി ഇല്ല. എന്റെ ദൈവത്തെ നീ അറിഞ്ഞത് കൊണ്ട്, എന്റെ ദൈവത്തെ നീ മുറുകെ പിടിച്ചത് കൊണ്ട്, ജീവിക്കുന്ന യേശുവിന്റെ മകനായതുകൊണ്ട്, മകളായതുകൊണ്ട് നിന്റെ കുറവുകളിൽ ദൈവം ആരുടെയൊക്കെ പ്രാർത്ഥനയാൽ ദൈവം നിന്നെ നിലനിർത്തിയതാ. ആമേൻ. ബെന്തക്കോസിൽ നിന്നുകൊണ്ട് ആരും ശരിക്ക് വേദപുസ്തകം പഠിക്കപ്പെട്ട, മർമ്മം അറിയപ്പെട്ട, ദൈവവചനം അറിയാമെന്നുള്ള ഒരു വ്യക്തി പോലും നാമധേയങ്ങളിലോ ലോകജാതികളുടെ ഇടയിലേ പോകത്തില്ല. പോകുമെങ്കിൽ നീ ദൈവ പൈതലല്ല, നീ സാത്താന്റെ പ്രവർത്തിക്കാരാണ്. പ്രൈസ് ദി ലോർഡ്. സകല ജാതികളുടെയും അടിസ്ഥാനമാണ് ബെന്തക്കോസ് എന്ന് പറയുന്ന അടിസ്ഥാനം. ഹല്ലേലൂയ. ആമേൻ ആമേൻ. സ്തോത്രം. ബെന്തക്കോസ് എന്ന ഒരു ആരാധനക്രമം സത്യവേദ പുസ്തകത്തിൽ തമ്പുരാൻ വെളിപ്പെടുത്തി വച്ചിരിക്കുമ്പോ ഇതിന് വിരോധമായി മറുതലിച്ചുകൊണ്ട് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി വഴുതി പോകുന്നവരെ കർത്താവിന്റെ വായിൽ നിന്ന് നിന്നെ ഉമ്മന്ന് കളയും. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അന്ന് നമുക്ക് വചനമൊന്നും നമുക്ക് പ്രശ്നമില്ല, ദൈവം നമുക്ക് പ്രശ്നമില്ല. ഹല്ലേലൂയ. പൂ പോലെ വാടിപ്പോകുന്ന ഒരു ശ്വാസത്തിന്റെ പവറിൽ പലരുടെയും ജീവിതം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഞാനൊരു ആത്മാവിലൊരു മർമ്മം വിളിച്ചു പറയാ, നീ അറിവില്ലാത്ത കാലത്ത് ചെയ്താൽ ദൈവം ക്ഷമിക്കോ, അറിഞ്ഞതിന് ശേഷം ചെയ്താൽ നിനക്ക് ശിക്ഷ കൂടുതലാണ്.
കരമടിച്ച് എല്ലാവരും ആരാധിച്ചാട്ട്, കരമടിച്ച് എല്ലാവരും ആരാധിച്ചാട്ട്, കരമടിച്ച് എല്ലാവരും ആരാധിച്ചാട്ട്. യേശുവിന്റെ നാമത്തിൽ ഈ പൽക്കാലം ദൈവത്തിന്റെ ചില പ്രവർത്തി, ചില ബന്ധനങ്ങളെ അഴിച്ചുകൊണ്ട്, ചില രോഗങ്ങളെ അഴിച്ചുകൊണ്ട്, പാപങ്ങളെ പൊട്ടിച്ചുകൊണ്ട്, മാറാത്ത ബന്ധനങ്ങൾ മാറത്തില്ല എന്ന് നിന്നെ നോക്കി ദേശം പറഞ്ഞ ബന്ധനങ്ങൾ മാറത്തില്ല എന്ന് പറഞ്ഞ മദ്യപാന കെട്ടുകൾ മാറത്തില്ല എന്ന് പറഞ്ഞ കടബാധ്യതകൾ മാറത്തില്ല എന്ന് പറഞ്ഞ പ്രശ്നങ്ങൾ, അതേ സഹോദര സഹോദരി, ദൈവദാസന്മാരെ ദാസിമാരെ, നിങ്ങളിവിടെ ആരാധിക്കുമ്പോൾ അത് മാറുകയാണ്. ശക്തിയോടെ ആരാധിച്ചോ. ആത്മനിറവ് പ്രാപിക്കപ്പെട്ടവർ അന്യഭാഷകളിൽ കരമടിച്ചു ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഓ റീവല വൈഡം മനകം രഗനം ഘടകം തുടമാ രഗന വൈഡേ റീവൽ കമന വൈഡേ മനക രഗന. എല്ലാവരും കരമടിച്ച് ശക്തിയോടെ വായികളെ തുറന്ന് ജീവിക്കുന്ന യേശുവിനെ കൊടുക്കുന്ന ആരാധന, ഊനമില്ലാത്ത ആരാധന കൊടുക്ക്, മേൽത്തരമായത് കൊടുക്ക്. പട്ടണത്തെ ദൈവം നിന്റെ കയ്യിൽ ഏൽപ്പിക്കുക, ജാതികളെ ദൈവം നിന്റെ കയ്യിൽ തരാ. ഇന്നലെ വരെ പിടിച്ചു വച്ച ജാതിക ശക്തികളിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കുന്നവര് വരെയാണ് ഞാൻ പ്രസവിക്കുന്നത്. അവനെ കുറിച്ചാണ് ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളെ പിടിച്ചു വച്ച് മുന്നോട്ട് വിടത്തില്ല. ജീവിതം ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുക, ഇവിടെ നിന്നെ ഞാൻ കടക്കാരിയാക്കുക, ഇവിടെ നിന്നെ ഞാൻ കടക്കാരനാക്കുമെന്ന് നിന്നോട് ബാധിക്കുന്നവനെ ഇന്ന് കർത്താവ് പുറത്താക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, 3 വ്യക്തികൾ തലവേദനയാൽ ഭാരപ്പെടുന്ന, ഹല്ലേലൂയ, 3 വ്യക്തികളെ തലവേദനയെ കർത്താവ് എടുത്തു മാറ്റും. ഇനി നീ ജീവിക്കുന്ന കാലത്ത് ഈ തലവേദന വരത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. തലവേദന കൊണ്ട് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കിയെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ആഗ്രഹിക്കുന്ന ഇതിനകത്തിരിപ്പുണ്ട്. ഹല്ലേലൂയ. നിന്റെ തലയ്ക്കെടുക്കാൻ പോകുന്ന സ്കാനിങ്ങിന് 10,000 രൂപ റേറ്റാ. ഹല്ലേലൂയ. ആ 10,000 രൂപയുടെ ഹല്ലേലൂയ ഉണ്ടാക്കാൻ പെടുന്ന പാടിനെ ഒന്ന് ഓർത്തിട്ട്, ഹല്ലേലൂയ, നിന്റെ തലയെ സൃഷ്ടിച്ചവനെ ഇന്ന് പൽക്കാലം ആത്മാവിൽ അറിയാൻ തയ്യാറാകെ. ദൈവാത്മാവ് എന്നോട് പറയുന്നു, ആ മാറാത്ത ചില തലവേദനകൾ ഈ പൽക്കാലം കർത്താവ് അഴിച്ചു മാറ്റാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. രോഗികളെ സൗഖ്യമാക്കുന്ന ദൈവം, രോഗികളെ സൗഖ്യമാക്കുന്നവൻ, ഭൂതങ്ങളെ പുറത്താക്കുന്നവൻ ഇന്ന് പൽക്കാലം തിരുവാലയത്തിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. അനുഭവിക്കുന്ന വായികൾ തുറക്കട്ടെ. ഓ യേശുവിന്റെ നാമത്തിൽ. ആക്സിഡന്റുകളിൽ ഭാരപ്പെട്ട് നിന്റെ ഭവനത്തിനകത്ത് ആരെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ നീ പോയെടുത്ത ആത്മാവല്ല വന്നത്. ഹല്ലേലൂയ. നിന്റെ ജഡരക്തങ്ങളോ, നിന്റെ സഹോദരങ്ങളോ, നിന്റെ മക്കളോ ദൈവത്തെ ആരാധിച്ചിട്ട് അപകടപ്പെട്ട് നുറുകി കിടക്കുകയാണോ, ഭാരപ്പെട്ട് കിടക്കുകയാണോ? നീ ഭവനത്തിൽ ചെല്ലുമ്പോൾ അവർ എഴുന്നേറ്റ് നടക്കുമെന്ന് ആത്മാവ് സഹോദര സഹോദരി ദൈവമക്കളോട് ഇന്ന് മക്കളാണ് ആലോചന കൈമാറുന്നു. മുറിവ് കെട്ടുന്നവൻ ഉടഞ്ഞ് ഹല്ലേലൂയ ആമേൻ അവയെ തകർന്ന് നുറുകി വിരിക്കുന്ന ഹൃദയത്തെ നിരസിക്കാത്തവൻ പ്രാവശ്യോ. ഓ ഉടമാ രഗനം വൈഡം മനകം രഗനം ഘടകം റീബല വൈഡ് റീബൽ കമന ഘടക മനക രഗനെ രഗനം ഘടകം വൈഡം മനക. ഞാൻ നിങ്ങളുടെ തലയിൽ കൈ വയ്ക്കാതെ തന്നെ ഇതിനകത്ത് ഒരു ആത്മാവിന്റെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ ആമേൻ ആമേൻ. ഇതിനകത്ത് പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരിയുടെ ഇടത് ഭാഗത്ത് ആമേൻ ആമേൻ ഈ പള്ളയുടെ പുറത്തായിട്ട് അനുഭവിക്കുന്ന ഒരു രോഗത്തെ കർത്താവ് എടുത്തു മാറ്റുന്നു. ആ സഹോദരി ഇതിനകത്തുണ്ടെങ്കിൽ കരമടിച്ച് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ. അങ്ങനെയുള്ള സഹോദരന്മാരുണ്ടെങ്കിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ. ആസ്മയുടെ രോഗത്തെ കർത്താവ് എടുക്കുന്നു, മാറാ വ്യാധികളെ എടുക്കുന്നു. യേശുവിന്റെ നാമത്തിൽ രോഗാത്മാവിനെ ഞാൻ ശാസിക്കുകയാണ്. പോരാ. അതരങ്ങൾ ചലിക്കട്ടെ. വെൽക്കം. ഓ പരിശുദ്ധാത്മാവേ നന്ദി. യേശുവിന്റെ നാമത്തിൽ ഭാരപ്പെട്ട് റിസൾട്ടിന് കാത്തിരിക്കുന്ന സഹോദര, നീ ഒന്നും ഭാരപ്പെടണ്ട. 1% നിന്നെ ഭാരപ്പെടുത്താതെ റിസൾട്ട് പൊങ്ങി വരുമെന്ന് ആത്മാവ് ഇടപെടുകയാണ്. വേഷധാരിയെ പോലെ ധരിക്കുന്നിടത്ത് നീ നിന്റെ കുടുംബം പോകരുത്. യേശുവിന്റെ നാമത്തിൽ അല്പമേ ഉള്ളു വാഴ്ത്തി നുറുക്കി അനുഗ്രഹിച്ച് നീ ഭക്ഷിക്കാൻ തയ്യാറായ ദൈവം നിന്നെ സമർത്ഥനാക്കും. ദൈവം നിന്നെ ജാതികളുടെ ഇടയിൽ വലിയവനാക്കി മാറ്റും. എത്ര പേര് പ്രാർത്ഥിക്കും? എത്ര പേര് വിശ്വസിക്കും? ഞാൻ പ്രസംഗിക്കുന്ന യേശു നിങ്ങളുടെ ഇടയിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. നിങ്ങളെ കുപ്പയിൽ നിന്ന് സിംഹാസനം തിരുത്തുന്ന ദൈവമന്ത്രേ.
ഓ റീബൽ കവന വൈഡേ മനക രഗനെ രഗന ഹടക മനകം രഗനം ഘടകം വൈഡം മനകം റീബൽ കമന വൈഡേ മനക രഗന. യേശുവിന്റെ നാമത്തിൽ ബ്ലീഡിംഗ് എന്ന രോഗാത്മാവിനെ കർത്താവ് ശമിപ്പിക്കുകയാണ്. ബ്ലീഡിംഗ് എന്ന രോഗം, ബ്ലീഡിംഗ് എന്ന രോഗം, ബ്ലീഡിംഗ് എന്ന രോഗം. അല്ലല്ലേ ട്യൂമറുകൾ നിങ്ങൾക്കറിയാം. ഇവിടെ ട്യൂമർ എന്ന് പറഞ്ഞ് ഒരു വ്യക്തി ഓപ്പറേഷൻ ചെയ്താൽ പോയതായിട്ട് നിങ്ങൾക്ക് ഈ സഭയ്ക്കകത്ത് സാക്ഷ്യമില്ല. ഹല്ലേലൂയ ആമേൻ. ഇവിടെ തന്നെ സൗഖ്യമുണ്ട്. ആശുപത്രി പോയെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഹല്ലേലൂയ പേര് പറയാനില്ല. ഇതിനകത്ത് വെച്ച് നിന്റെ രോഗത്തെ സൗഖ്യമാക്കാൻ പോകുന്നു. സഹോദരം, കഴിഞ്ഞ ദിവസത്തിൽ ഒരു സഹോദരി എന്നെ വിളിച്ചു ഞാൻ പറഞ്ഞു, ബ്ലീഡിങ്ങിന്റെ ഭാരത്താല് യൂട്രസ് എടുത്ത് കളയണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ആശുപത്രിയിൽ പോകാൻ പേടിച്ചിരിക്കുകയാണ്. ഇതാണോ നിന്റെ ബെന്തക്കോസ്? ഇതാണോ നിന്റെ ബെന്തക്കോസ്? ബെന്തക്കോസ് നാള് വരുമ്പോൾ ഹല്ലേലൂയ എല്ലാവരും ഒരു സ്ഥലത്ത് കൂടിയിരുന്നു. ഹല്ലേലൂയ അപ്പോസ്തലന്മാർ ഒരു സ്ഥലത്ത് കൂടിയിരുന്നു. അവിടെ ഒരു മുഴക്കമുണ്ടായി, അവിടെ ഒരു ഭൂകമ്പമുണ്ടായി. ആ മുഴക്കത്തിനകത്ത് ചിലതൊക്കെ സംഭവിച്ചു. ബെന്തക്കോസ് നാളിന്റെ അടയാളം. അവരിരുന്നിടം നിറഞ്ഞു തുടങ്ങി, അവരൊന്ന് നിറഞ്ഞു തുടങ്ങി. അവിടത്തേക്ക് ഒരു കുലുക്കം സംഭവിച്ചെന്നാ. സോദരം നിങ്ങളുടെ അറിവിൽ ഓപ്പറേഷൻ ചെയ്യണം, ഓപ്പറേഷൻ ചെയ്താലേ മാറത്തുള്ളൂ എന്ന് പറയുന്ന രോഗികളെ നിങ്ങൾ കൂട്ടിക്കൊണ്ടുവരിക. മാറാത്ത ചിലതൊക്കെ മാറാൻ പോകുന്നു, അഴിയാത്ത ചിലതൊക്കെ അഴിയാൻ പോകുന്നു. ഓ റീബലബലബൽശ്വസിയാന. എല്ലാവരും പ്രാർത്ഥിച്ചാട്ട് ഒരു വലിയ മിറാക്കലിലേക്ക് ദൈവാത്മാവ് കൊണ്ടുവരാൻ പോകുന്നു. ഒരു വലിയ മിറാക്കൽ ശുശ്രൂഷകൾ ദൈവാത്മാവ് ചിലർക്ക് ദാനമായി നൽകാൻ പോകുന്നു. ഓ ചിലർക്ക് ഹിറ്റായി ചിലത് ദൈവം തരാൻ പോകുന്നു. പരിശുദ്ധാത്മാവ് പറയുന്നു ചില ഹിറ്റുകൾ ചിലർക്ക് വാഗ്ദത്തമായി ദൈവം നൽകാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പൽക്കാലം ചിലതൊക്കെ നിനക്ക് തരാൻ, അതേ സഹോദര സഹോദരി നിങ്ങൾക്ക് തരാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഓ ഹല്ലേലൂയ. രോഗത്തിന്റെ കിടക്കയിൽ നിന്ന് നിന്നെ കിടക്ക മാറ്റി വിരിക്കുന്നവനായ എൻ്റെ കർത്താവ്. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മൾ മാക്സിമം വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. മറ്റുള്ളവർ ജീവിക്കുന്നത് പോലെ ജീവിക്കരുത്, മറ്റുള്ളവർ നടക്കുന്നത് പോലെ നടക്കരുത്, മറ്റുള്ളവർ സംസാരിക്കുന്ന പോലെ സംസാരിക്കരുത്. നിന്നെ വിടിയിപ്പാൻ ആരും കാണത്തില്ല. നിന്റെ ദൈവത്തിൻ്റെ പ്രത്യേകത എന്നറിയാമോ? ഹല്ലേലൂയ. 7 തുമ്പിക്കൈയും 6 കൈയും 12 കാലുമുള്ള ദൈവമല്ല നിന്റെ ദൈവം, വിശുദ്ധൻ. ഹല്ലേലൂയ ആമേൻ. വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവമാണ്. ആ ദൈവത്തെ നീ തിരിച്ചറിഞ്ഞാൽ ആ ദൈവത്തിൻ്റെ ഗുണത്തിൽ തന്നെ നടക്കണം. ഹല്ലേലൂയ ആമേൻ ആമേൻ. സ്തോത്രം. വായിക്കാം, താഴോട്ട് വായിക്കാം. വായിച്ചോ. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരേണ്ട കർത്താവിനെയാണ്. ഓ എൻ്റെ ഞാൻ നിൽക്കുന്ന സ്ഥലത്തുണ്ടല്ലോ സ്റ്റാഫുകളൊക്കെ ആമേൻ. അവരുടെ തലമുടിയൊക്കെ 3 കൊമ്പ്. അത് കിടാവായിരിക്കും, മാനായിരിക്കും. മാനിനാണ് ഒരുപാട് കൊമ്പുകളുള്ളത്. സ്തോത്രം. ഹല്ലേലൂയ ആമേൻ ആമേൻ. അതേപോലെ എനിക്കൊന്ന് കെട്ടിയാലേ ആ സ്ഥലത്ത് സ്ഥാനമുള്ളൂ. നോ, നീ അതേപോലെ കെട്ടുന്ന സ്ഥലത്ത് മുട്ടുമടക്കി നിന്നുകൊണ്ട് പറയണം, കർത്താവേ എന്നെ അയച്ചത് ദൈവമാണെങ്കിൽ ഈ സ്ഥാപനത്തിൽ എനിക്ക് ജോലി തരണം. പക്ഷേ ഞാൻ അറിഞ്ഞ സത്യത്തെ മാറ്റി ഞാൻ നടക്കത്തില്ല. ഞാൻ നടക്കുന്ന വിശുദ്ധി വിട്ട് ഞാൻ നടക്കത്തില്ല. ഓ ഹല്ലേലൂയ പറ, ഹല്ലേലൂയ പറ, ഹല്ലേലൂയ പറ, ഹല്ലേലൂയ പറ. ആമേൻ ആമേൻ. അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാൽ യഹോവ എന്നെ ചേർത്ത് കൊള്ളുമെന്ന് വിശ്വസിക്കുന്ന സഹോദരിമാരുണ്ടെങ്കിൽ ഈ പോൽക്കാലം ആരാധിച്ചോ. എൻ്റെ അപ്പ എൻ്റെ മുഖത്ത് നോക്കാതെ 3 വർഷം പിണങ്ങിയിരുന്നു. എന്താ കാരണമെന്ന് ചോദിച്ചപ്പോൾ നീ പള്ളിയിൽ പോയത് കൊണ്ടെന്ന് എൻ്റെ അച്ഛൻ എന്നോട് പറയാനിടയായി. ഞാൻ പള്ളിയിൽ പോയത് കൊണ്ട് എൻ്റെ അച്ഛൻ എന്നോട് 3 വർഷം മുഖത്ത് നോക്കിയിട്ടില്ല, എന്നോട് മിണ്ടിയിട്ടില്ല. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ ആമേൻ. അതൊക്കെ ദൈവമക്കളാകാൻ ആഗ്രഹിക്കുമ്പോൾ, ദൈവത്തിന് വേണ്ടി നമ്മളെ ഫലം കായ്പാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ ഇതെല്ലാം ലോകത്തിൽ നിന്ന് വരും വൃത്തുത. ഇതിനെല്ലാം നീ ഹല്ലേലൂയ ധാരണം ചെയ്തുകൊണ്ട് നിന്റെ യാത്ര തുടരണം. പള്ളിയിൽ പോകരുത്. പിന്നീട് പറഞ്ഞു, നീ പള്ളിയിൽ പോകുന്നെങ്കിൽ RCയിൽ പോ. സ്തോത്രം. ഹല്ലേലൂയ. അതിനേക്കാളും ഞാൻ പോകുന്ന മന്ത്രവാദത്തിന് വെക്കാൻ പോരെയോ? സ്തോത്രം. ഹല്ലേലൂയ ആമേൻ ആമേൻ. ജീവിക്കുന്നെങ്കിൽ വിശുദ്ധിയോടെ ജീവിക്കണം. ഹല്ലേലൂയ. വിശുദ്ധിയോടെ ജീവിക്കണം. ഇല്ലെങ്കിൽ ആ സ്വീകരിച്ച അശുദ്ധിയിൽ നടക്കണം.
ഹല്ലേലൂയ. ഇത് രണ്ടുമില്ലാതെ നമ്മൾ ജീവിക്കാൻ നമുക്കൊരിക്കലും നടക്കാൻ മാട്ടേ. ഹല്ലേലൂയ, ആമേൻ. ഇതിനെല്ലാം തരണം ചെയ്തിട്ടാണ് ഈ മൈക്കെടുത്തുനിന്ന് നിങ്ങളുടെ ഇടയിൽ പ്രസംഗിക്കുന്നത്. ഈ സംഘടനയും സഭയും ദൈവം സ്ഥാപിച്ചത്. എന്തുമാത്രം പ്രതികൂലങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു. ഒരു നാമധേയക്കാരന് ഒരു എതിരുമില്ല. കാരണം പിശാചിനും കൂടെ ഇരുന്ന് അവിടെ പ്രവർത്തിക്കാൻ പറ്റും. പക്ഷേ ഒരു ബന്ധക്കോസ് വിശ്വാസിയായോ ഒരു ബന്ധക്കോസ് സുവിശേഷകനായോ ഒരു വ്യക്തിയെ പട്ടണത്തിൽ വിളിക്കുമ്പോൾ അവർക്കെതിരെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടും. ഇതെല്ലാം മനസ്സിലാക്കി ദൈവം പുറത്തോട്ട് കൊണ്ടുവന്നു. കാരണം എന്തെന്നറിയാമോ? പട്ടണത്തിൽ ഉറങ്ങുന്ന തലവന നേരെയാണ് നിന്റെ യുദ്ധം. ഹല്ലേലൂയ. പട്ടണത്തിൽ ഉറങ്ങുന്ന തലവന്റെ നേരെ, പട്ടണത്തെ പിടിച്ചു വച്ചിരിക്കുന്ന, ഹല്ലേലൂയ, പട്ടണത്തെ കുടിപാർന്നുകൊണ്ടിരിക്കുന്ന ചിലതിന്റെ നേരെയാണ് നിന്റെ യാത്ര. ഈ യാത്ര തുടരാൻ വിടാതെ വണ്ണം പിശാച് നിനക്കെതിരെ പല കോലവും കെട്ട് അവിടെ എല്ലാം നീ മുട്ടുമടക്കി മിണ്ടാതിരുന്ന ദൈവം എന്നറിഞ്ഞുകൊള്ളി. യുദ്ധം യഹോവയ്ക്കുള്ളത്, പ്രതികാരം ദൈവത്തിൻ്റെതല്ലയോ. ഹല്ലേലൂയ, ആമേൻ. ഇപ്പൊ വായിച്ച ഭാഗം ഒന്നുകൂടെ വായിക്കാം. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരും. നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയും ഓവർ കഴുതയും പോലെ ആകരുത്. ഹല്ലേലൂയ. കണ്ടോ? ചമയങ്ങളായ കടിഞ്ഞാറ് മുഖപ്പട്ടയും കൊണ്ട് അവരെ അടക്കി വരുന്നു. അവ നിനക്ക് സ്വാധീനമാകുകയില്ല. ഒന്നുകൂടി, ദുഷ്ടന് സകല വേദനകളുണ്ട്. ഹല്ലേലൂയ. യഹോവയിൽ ആശ്രയിക്കുന്നവനെ ദയ ചുറ്റിക്കൊള്ളും. ദയ പ്രാപിച്ചവർ ഹല്ലേലൂയ പറഞ്ഞാട്ട്, ദയ പ്രാപിച്ചവർ ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഇനി ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരുവാൻ പോകുകയാണ്. ഈ ദയ നിങ്ങളുടെ മേൽ ഞാൻ കൈമാറാൻ പോകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. എഴുന്നേറ്റ് നടക്ക. ആമേൻ, 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 ആമേൻ. പ്രൈസ് ദി ലോർഡ്. 34:4 കൂടി വായിക്കാം. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരം അരുളി. ഹല്ലേലൂയ. ഒന്ന്, നമ്മുടെ പ്രശ്നങ്ങളെ ദൈവത്തോട് കൊടുത്ത് അപേക്ഷിക്കണം. അപേക്ഷിക്കുമ്പോൾ സകല ഭയങ്ങളെയും ദൈവം മാറ്റിത്തരും. ഭയം മാറി നമ്മളൊരു വിടുതൽ പ്രാപിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. നമ്മൾ ഒരിക്കലും കൂട്ടായ്മയെ വരുന്നവരെ കാണാനല്ല നമ്മൾ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്നത്. ഹല്ലേലൂയ. പാസ്റ്ററെ മറയ്ക്കാൻ വേണ്ടി നോക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ ശ്രമിക്കും. പക്ഷേ എൻ്റെ ദൈവത്തെ മറയ്ക്കാൻ നിങ്ങൾക്ക് കഴിയത്തില്ല. നിങ്ങൾ ചിന്തിക്കുന്നതിലും മുമ്പേ കാണുന്നവനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഹല്ലേലൂയ അവർ ടെർമാക്കോളിൽ ഉണ്ടാക്കിയ സാധനമല്ല ഈ ദൈവം. ഹല്ലേലൂയ. ഒരു ഫൈബർ പ്ലാസ്റ്റിക് അല്ല. ഹല്ലേലൂയ. സിമെന്റ് കമ്പിയുമല്ല. ഇത് ജീവനുള്ള ദൈവമാണ്. അപ്പോൾ ജീവനുള്ള ദൈവത്തിന് ഒന്നും നമുക്ക് മറച്ചു വയ്ക്കുവാൻ പറ്റത്തില്ല. നീ സമുദ്രത്തിൻ്റെ ആഴത്തിൽ മുങ്ങിക്കിടന്നാലും ദൈവം തന്നെ അവിടെയും കാണും. കാരണം ഈ ആത്മാവിന് ഒന്നും മറവല്ല. ഏതാത്മാവ്? പരിശുദ്ധാത്മാവിനൊന്നും മറവല്ല. എല്ലാം മറനീക്കി വെളിപ്പെടുത്തി കൊണ്ടുവരുന്ന ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയാൻ തയ്യാറാകണം. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ട്. റിവന ഹടകമാന ഘടകസിയ. ഹല്ലേലൂയ. നിങ്ങൾ വീട്ടിൽ ടൈം പാസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഉപവസിക്കാൻ തയ്യാറാകണം. ആലയത്തിൽ ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ നിന്റെ വീട്ടിലെ ജോലിയെ മാറ്റിവെക്കണം, നിന്റെ കാര്യാദിയെ മാറ്റിവെക്കണം. ആലയത്തിൽ വന്നിരുന്ന് ഉപവസിച്ച് നീ വാഗ്ദത്തത്തോടുകൂടി ആരാധിച്ചാൽ ദൈവം നിന്നെ വളർത്തുവാനിടയാകും. ഹല്ലേലൂയ. നമ്മൾ കേട്ടല്ലോ, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ വ്യാധികൾ മാറിപ്പോകത്തില്ല എന്ന്. ഏതെങ്കിലും വ്യാധികൾ നമ്മെ പിന്തുടരുന്നെങ്കിൽ അത് മാറണമെങ്കിൽ ഉപവസിക്കണം, പ്രാർത്ഥിക്കണം. കേട്ടോ? ഇങ്ങനെ ഒരു ആരാധന. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ഇവിടെ ആമേൻ ഉപവാസ പ്രാർത്ഥനകളിലൊക്കെ ഹല്ലേലൂയ ആത്മനിറവോടെ ആത്മാക്കൾ ആരാധിക്കുന്നത് നിങ്ങൾക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ആമേൻ. ആ പത്രോസിന്റെ ഹല്ലേലൂയ പ്രസംഗത്തിൽ കൂടി ഹല്ലേലൂയ ജനം ആത്മാവിൽ ആരാധിച്ചതുപോലെ ആത്മാവുള്ള ആരാധനയിൽ നിങ്ങൾ കടന്നു വന്ന് ആരാധിക്കാണ്. ഒരു സമാരാധന കൊണ്ട് ഒരു ബന്ധക്കോസ് വിശ്വാസി ഒതുങ്ങരുത്. വാഗ്ദത്തമുള്ള നീ ഒതുങ്ങരുത്. നീ ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും തയ്യാറുള്ള വ്യക്തിയായിരിക്കണം. അവിടെയാണ് പരിഹാരം. അടിസ്ഥാനപരമായി വായിക്കാം. വായിച്ചോ. അവങ്ങളിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. ദൈവത്തിലേക്കൊന്ന് നോക്കിയാൽ പ്രകാശിക്കും. പ്രകാശമാണ് ആവശ്യമെങ്കിൽ. നന്ദിയോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുകയാണ്. എല്ലാവർക്കും എഴുന്നേൽക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോകുകയാണ്.